2023 തുർക്കി സിറിയ ഭൂകമ്പത്തിന് പിന്നാലെ കേരളം തുർക്കിക്ക് ധനസഹായം നൽകിയതിനെ വിമർശിച്ച ശശി തരൂർ എംപിക്കെതിരെ ജോൺ ബ്രിട്ടാസ് എംപി. പ്രകൃതി ദുരന്തങ്ങളിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരെ സഹായിക്കുമ്പോൾ ഇന്ത്യ ശത്രു രാജ്യമോ സൗഹൃദ രാജ്യമോ എന്ന് പരിഗണിക്കാറില്ല എന്നാണ് ജോൺ ബ്രിട്ടാസ് തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ വ്യക്തമാക്കുന്നത്. മാനുഷിക പ്രവർത്തനങ്ങളിൽ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ രാഷ്ട്രീയ ശത്രുതയും അഭിപ്രായ വ്യത്യാസങ്ങളും ഒരിക്കലും പ്രകടിപ്പിച്ചിട്ടില്ല. ആഗോള പൗരൻ എന്ന നിലയിലും പ്രശസ്തനായ അന്താരാഷ്ട്ര നയതന്ത്രജ്ഞൻ എന്ന നിലയിലും ഇത് അദ്ദേഹത്തിന് അറിയാവുന്ന കാര്യമാണ്. എന്നിരിക്കെ അദ്ദേഹം ഇത് എന്തുകൊണ്ട് വിസ്മരിച്ചെന്നും ജോൺ ബ്രിട്ടാസ് ചോദിക്കുന്നുണ്ട്. താൻ ഏറെ ബഹുമാനിക്കുന്ന രാഷ്ട്രീയ വ്യക്തിത്വങ്ങളിൽ ഒരാളാണ് ഡോക്ടർ ശശി തരൂർ. അദ്ദേഹത്തിനോടൊപ്പം മുൻപ് IT സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലും ഇപ്പോൾ വിദേശകാര്യ സ്ഥിരം സമിതിയിലും പ്രവർത്തിക്കാൻ അവസരം ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെ വിദേശ സന്ദർശനത്തിനുള്ള പ്രതിനിധി സംഘത്തിൽ ഉൾപ്പെടുത്താൻ കോൺഗ്രസ് വൈമുഖ്യം കാണിച്ചതിനെ തുറന്നെതിർക്കാനും താൻ മടിച്ചിട്ടില്ല. എന്നാൽ 2 വർഷം മുൻപ് 2023 ഫെബ്രുവരി 6-ന് തുർക്കിയിലും സിറിയയിലും ഭൂകമ്പം ഉണ്ടായപ്പോൾ മോദി സർക്കാർ പ്രഖ്യാപിച്ച ഓപ്പറേഷൻ ദോസ്തിന്റെ ഭാഗമായി കേരളം തുർക്കിക്ക് ധനസഹായം നൽകിയതിനെ എടുത്തു പറഞ്ഞ് വിമർശിക്കാൻ ശശി തരൂർ വ്യഗ്രത കാണിച്ചത് തന്നെയും അമ്പരിപ്പിക്കുകയാണ്. മാനുഷിക പ്രവർത്തനങ്ങളിൽ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ രാഷ്ട്രീയ ശത്രുതയും അഭിപ്രായ വ്യത്യാസങ്ങളും ഒരിക്കലും പ്രകടിപ്പിച്ചിട്ടില്ല. ആഗോള പൗരൻ എന്ന നിലയിലും പ്രശസ്തനായ അന്താരാഷ്ട്ര നയതന്ത്രജ്ഞൻ എന്ന നിലയിലും ഇത് അദ്ദേഹത്തിന് അറിയാവുന്ന കാര്യമാണ്. എന്നിരിക്കെ അദ്ദേഹം ഇത് എന്തുകൊണ്ട് വിസ്മരിച്ചുവെന്നും പാകിസ്ഥാനുമായി പ്രശ്നങ്ങൾ ഉണ്ടായി തീവ്ര ദേശീയത പറയുന്ന ഘട്ടങ്ങളിൽ പോലും ആ രാജ്യത്തിന് സഹായം നൽകാനുള്ള സന്നദ്ധത ഇന്ത്യ പ്രകടിപ്പിച്ചത് അദ്ദേഹത്തിന്റെ ഓർമ്മയിലില്ലേ എന്നും അദ്ദേഹം ചോദിക്കുന്നുണ്ട്. 2005 ഭൂകമ്പ വേളയിലും 2010 വെള്ളപ്പൊക്കം ഉണ്ടായപ്പോഴും $2.5 കോടി വീതം ഇന്ത്യ പാകിസ്ഥാന് സഹായം നൽകിയിട്ടുണ്ട്. ഇന്നത്തെ വിലയ്ക്ക് 212 കോടി രൂപയാണ്. 2014 ജമ്മു കാശ്മീരിലും പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയിലും വെള്ളപ്പൊക്കം ഉണ്ടായപ്പോൾ പാകിസ്ഥാന് സഹായം നൽകാമെന്നാണ് ഇന്ത്യ പ്രഖ്യാപിച്ചത്. 2022 പാകിസ്ഥാനിലെ 1/3 ഭാഗവും വെള്ളത്തിനടിയിലായ വെള്ളപ്പൊക്കത്തിലും ഇന്ത്യ സഹായ പ്രഖ്യാപനം നടത്തിയിരുന്നു. തരൂർ ഒരിക്കലും മറക്കരുതാത്ത ഒരു കാര്യമുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പാർട്ടി നയിച്ച 2ാം UPA സർക്കാർ പാകിസ്ഥാനിൽ 2010 പ്രളയം വന്നപ്പോൾ $1/2 കോടി നൽകിയത്. $2 കോടി UN-ലൂടെയും നൽകി. മൊത്തം കൊടുത്തത് $2.5 കോടി, ഏകദേശം 212 കോടി രൂപ. 2008 26/11 എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പാകിസ്ഥാന്റെ അതിഹീനമായ മുംബൈ ആക്രമണം നടന്നത്. അത് കഴിഞ്ഞ് 2 കൊല്ലം ചെല്ലുമ്പോഴായിരുന്നു ഇന്ത്യയുടെ ഈ നടപടി. UPA സർക്കാരിൽ മന്ത്രിസ്ഥാനം കൈയാളിയിരുന്ന വ്യക്തി കൂടിയായിരുന്നു തരൂർ എന്നത് പ്രത്യേകം പറയേണ്ടതായിട്ടില്ല. ആവശ്യം ഓർത്തിരിക്കേണ്ട അതുപോലും തരൂർ മറന്നത് എന്തുകൊണ്ട്? ഇന്ത്യൻ പാർലമെന്റ് അംഗങ്ങൾ ഉൾപ്പെടുന്ന പ്രത്യേക സംഘത്തെ നയിച്ച് അമേരിക്കയിലേക്ക് പുറപ്പെടുന്ന ഘട്ടത്തിലാണ് കേരള സർക്കാരിന്റെ വർഷങ്ങൾക്ക് മുൻപുള്ള നടപടി അനുസ്മരിച്ച് വിമർശിക്കാൻ തരൂർ തയ്യാറായത് എന്നതാണ് ഏറെ കൗതുകകരം. വർഷങ്ങൾക്ക് മുൻപ് കേന്ദ്ര സർക്കാരിന്റെ ആഹ്വാനം അനുസരിച്ച് നൽകിയ സഹായത്തെ സങ്കുചിത രാഷ്ട്രീയ നേട്ടത്തിനായി അദ്ദേഹം ഉപയോഗിക്കരുതായിരുന്നു. അദ്ദേഹത്തിൽ നിന്ന് ഇതിലും മെച്ചപ്പെട്ട പ്രതികരണങ്ങൾ ആരും ആഗ്രഹിക്കും. എന്തിനായിരിക്കാം അദ്ദേഹം തന്റെ പദവി ഇടിച്ചു താഴ്ത്തിയും കൃത്രിമ മറവി രോഗത്തിന് അടിമപ്പെട്ടും ഇത്തരമൊരു സാഹസിക കൃത്യത്തിന് മുതിർന്നതെന്നും ആരെ തൃപ്തിപ്പെടുത്താനാണിതെന്നും ജോൺ ബ്രിട്ടാസ് ചോദിക്കുന്നുണ്ട്.